ഗാന്ധിയെയും ഗാന്ധിസത്തെയും നെഹ്റുവിനെയും നെഹ്റുയിസത്തെയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് രാജ്യസ്നേഹികളായ ജനാധിപത്യ മതേതര വിശ്വാസികളായ മുഴുവൻ പേരുടെയും ചുമതലയാണ്. ആ ഒരു പ്രവർത്തനത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുന്ന നെഹ്റു സെൻറ്റർ വിപുലമായ തലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീക്കുന്നതിന് ഇനിയുള്ള കാലങ്ങളിൽ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകനാണ്. ആധുനിക ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നവഭാരത ശില്പിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹത്വം ലോകത്തെമ്പാടും പ്രസരിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് മതേതരത്വം. ജനാധിപത്യവും മതേതരത്വവും പരസ്പര പൂരകമാണ്. ജനാധിപത്യം ഉണ്ടെങ്കിലേ മതേതരത്വം നിലനിൽക്കൂ. മതേതരം നിലനിന്നാൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമാകുകയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച ആ മഹാന്റെ 135ാമത് ജന്മവാർഷിക ദിനമാണ് ഇന്ന് രാജ്യം ആചരിക്കുന്നത്. ശിശുദിനമായി രാജ്യം ആഘോഷിക്കുന്നു. കുട്ടികളാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഉദ്ഘോഷിച്ച മഹാനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഭാഗധേയം നിർണയിക്കുന്നതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പങ്ക് അതിനിർണായകമാണ്. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനം സുപ്രധാനമാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ വിദേശ അടിമത്തം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ വളരെയേറെ ആവേശത്തോടെ താല്പര്യത്തോടെയാണ് നെഹ്റു നോക്കിക്കണ്ടിരുന്നത്. നെഹ്റു ആദ്യമായി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് 1912 ബംഗിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രതിനിധിയായി ആദ്യം പങ്കെടുക്കുന്നത്. ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. 1916 ഗാന്ധി നെഹ്റു കൂടിക്കാഴ്ച. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ച മഹാനാണ് ഗാന്ധിജി. ജനങ്ങൾക്കിടയിലുള്ള അനൈക്യവും ദുരാചാരങ്ങളും ഗാന്ധിജിയെ വളരെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇവിടെ ശ്രീ ഹസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിലനിർത്തുന്നതിന് അവരുടെ തന്ത്രം, അവർ നടപ്പാക്കിയ തന്ത്രം ഭിന്നിപ്പിക്കുക, ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ അതായിരുന്നു. അതിനവർ ഏറ്റവും കണ്ട നല്ല മാർഗമായി അവർ നടപ്പിലാക്കിയത് ഹിന്ദു മുസ്ലിം സംഘടനമാണ്. ഹിന്ദു മുസ്ലിം സംഘർഷം കത്തിക്കുക. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.